സ്വസ്തി കഥാവങ്ങളിലൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അവരുടെ ഉദരത്തിൽ പരമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. സ്വസ്തി കഥാവങ്ങളിലൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അവരുടെ ഉദരത്തിൽ പരമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. കർത്താവോടുകൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അവരുടെ ഉദരത്തിൽ പരമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. എന്ന വിശ്വാസത്തിൽ തന്റെ മകളെ 3 വയസ്സുള്ളപ്പോൾ ദേവാലയത്തിൽ കാഴ്ചവെക്കുകയും ചെയ്തു. ദൈവമാതാവാകാനുള്ള വിളിക്കുള്ള അതേ എന്ന മറിയത്തിന്റെ വിനീതമായ പ്രത്യുത്തരം ഈ നല്ല അമ്മയുടെ ശിക്ഷണത്തിൽ നിന്നും ലഭിച്ചതാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമ്മുടെ ഇടവകയുടെ മധ്യസ്ഥയായ വിശുദ്ധ അന്നയുടെ തിരുനാൾ ആഘോഷിക്കുന്ന ഈ വേളയിൽ ഇടവകയിൽ ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി അർപ്പിച്ചുകൊണ്ട് വിശുദ്ധിയുള്ള കുടുംബങ്ങളെ Amen.
സഹോദരങ്ങളെ, വാത്സല്യം നിറഞ്ഞ കുഞ്ഞുമക്കളെ, തിരുനാളിന്റെ 3-ാം ദിവസമായി ഇന്ന് നമുക്കായിട്ട് ബലിയർപ്പിച്ച് പ്രാർത്ഥിക്കുവാനായിട്ട് കടന്നു വന്നിരിക്കുക സ്നേഹമുള്ള അലക്സ് സൈമൺ അച്ഛനാണ്. അച്ഛനെ നമ്മുടെ ദേവാലയത്തിലേക്ക് നമുക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യാം. അതോടൊപ്പം ഇന്ന് ഈ ദിവസത്തെ ദിവ്യബലിക്ക് നേതൃത്വം നൽകുന്നത് വിശുദ്ധ മദർ തെരേസ ബിസിസ് യൂണിറ്റും സെന്റ് ആൻസ് ബിസിസ് യൂണിറ്റുമാണ്. അതിലെല്ലാ അംഗങ്ങളെ പൂർണ്ണമായിട്ട് നമുക്ക് ഈ ബലിയിൽ സമർപ്പിക്കാം. ഏറെ പ്രത്യേകിച്ച് ഗോപി, തുളസി, വർഗീസ്, ശോഭി, ചന്ദ്രിക, റസാലൻ, സിന്ധു, ഷാജി, ആനി, ഷോണിത, അനു, മോഹനൻ, പ്രമീള, മേരി, അരുൺ ജോയ്, ചിഞ്ചു, എൽവിൻ മരിയ, ജോർഡനാൻ, മഞ്ജു, കുട്ടത്തി, സുരേഷ്, തങ്കമ്മ, ബാബു, ഉഷ, ആദർശ് ബാബു, ആകാശ് ബാബു, വിജയൻ, പ്രസന്ന, ആർജിത്, മോഹനൻ, സുധ, ജിത്തു, ജിജിൻ, ക്രിസ്തുദാസ്, ലില്ലി, അമല, അമ്പുകുട്ടി, സുന്ദരൻ, അംബിക, റോസ, തങ്കമ്മ, സന്തോഷ്, സുജ, അദിൽ, ബെനഡിക്, ഷീജകുമാരി, വിനോജ, ബെൽജിത്, ശശി, ലീല, ലിനു, സജികുമാർ, ടിയസ്, സജിത, അനു, സോമൻ, ഷീല, സോജി, സോണി, നിഖില, സെഫാനിയ, സെഫിൻ, വിൻസെന്റ്, സുനിത, ഗോകുൽ, ഗൗതം, യേശുദാസൻ, ചന്ദ്രിക, ചിഞ്ചുദാസ്, അക്ഷയ്, അജി, മഞ്ജുദാസ്, അനുഷ, ആഷിഖ്, രാജമ്മ, സുന്ദരൻ, തങ്കമണി, സുദീപ് സുന്ദർ, ശരണ്യ, സുധിയ, മോഹനൻ, സുനിത, ഗീതു മോഹൻ, വിൻസെന്റ്, ചെറുപുഷ്പം, ബിനു, ശ്യാംകുമാർ, ഗ്രീഷ്മ, സാന്നിധ്യ, മനു എന്നിവരെ പൂർണ്ണമായിട്ട് നമുക്ക് ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. ഇവർ ആഗ്രഹിക്കുന്ന നന്മകളും കൃപകളും ഇവരുടെ വ്യക്തി ജീവിതത്തിലും കുടുംബ ജീവിതത്തിലും സ്വന്തമാക്കുവാനും അർപ്പിക്കപ്പെടുവാനായിട്ട് പോകുന്ന ദിവ്യബലിയുടെ ദിവ്യ യോഗ്യതയാണ് അവരുടെ ജീവിതത്തിലെ എല്ലാ ആഗ്രഹ അഭിലാഷങ്ങളും സഫലമാക്കി കൊടുക്കണമെന്ന് ഈ ബലിയിലൂടെ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് ഭാഗ്യവതി എന്ന് വിളിച്ച ദൂതനിലൂടെ ഭാഗ്യവതി വിളിച്ച ആ മകളെ പ്രസവിക്കുവാനും ആ മകളെ വളർത്തുവാനും ദൈവം ആരാണെന്ന് ചൂണ്ടിക്കാണിച്ചു കൊടുക്കുവാനും കഴിഞ്ഞ ഒരമ്മയുടെ തിരുനാളാണ് നമ്മൾ ആഘോഷിക്കുന്നത്. പരിശുദ്ധമായ എന്തുകൊണ്ട് ദൈവം തിരഞ്ഞെടുത്തു അതിൻ്റെ ഏറ്റവും വലിയ കാരണഭൂതൻ അവരുടെ പ്രിയപ്പെട്ട മാതാപിതാക്കളാണ്. നമ്മളെങ്ങനെയാണ് പറഞ്ഞു കേൾക്കാറുള്ളത്? ഫലത്തിൽ നിന്നും വൃക്ഷത്തെ നമുക്ക് തിരിച്ചറിയാം. ദൈവം പോലും സമ്മതം ചോദിച്ച ഒരു പെൺകുട്ടി, നീ തയ്യാറാകുന്നുവോ? അവൾ അതേ എന്ന് പറഞ്ഞു. അതിനവളെ പ്രാപ്തമാക്കിയത് ദൈവിക സ്വരൂപത്തെ തന്റെ ജീവിതത്തിൽ മനസ്സിലാക്കാൻ മക്കളെ ഒരുക്കേണ്ടത് മാതാപിതാക്കൾ എന്നാണ് ഈ തിരുനാൾ നമ്മളെ പഠിപ്പിക്കുക. ഇത് മാതാപിതാക്കന്മാരുടെ തിരുനാളാണ്. തീർച്ചയായും എന്നെ ശ്രമിക്കുന്ന പ്രിയപ്പെട്ട മാതാപിതാക്കളെ, നമ്മുടെ മക്കൾക്ക് ദൈവം ആരാണെന്നും ദൈവം എന്തിനാണ് നമ്മെ സൃഷ്ടിച്ചതെന്നും മനസ്സിലാക്കി കൊടുക്കേണ്ടത് നമ്മുടെ മാതാപിതാക്കളാണെന്ന് ഈ തിരുനാളിലൂടെ നമുക്ക് മനസ്സിലാക്കാം. നമ്മുടെ അനുഭവത്തിൽ നിന്ന്, നമുക്ക് ലഭിച്ച അറിവിൽ നിന്നും, നമ്മൾ വായിച്ചറിഞ്ഞ പുസ്തകങ്ങളിൽ നിന്നും ദൈവത്തെ കണ്ടെത്തി നമ്മുടെ മക്കൾക്ക് നമ്മൾ കൊടുക്കണം.
ദൈവിക അനുഭവങ്ങൾ നമ്മുടെ മക്കൾക്ക് തുറന്നു കൊടുക്കണം. അപ്പോൾ നമ്മുടെ മക്കളെ നോക്കി ദൈവം ഭാഗ്യമാണെന്നും ഭാഗ്യമാണെന്നും വിളിക്കും. തീർച്ചയായും ഈ തിരുനാളിന് നമ്മുടെ മക്കൾക്ക് വേണ്ടി ആത്മാർത്ഥമായി നമുക്ക് പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ പ്രിയപ്പെട്ട മക്കളെ, നിങ്ങളുടെ മാതാപിതാക്കൾക്ക് വേണ്ടി നിങ്ങൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക. നിങ്ങൾക്ക് ആഗ്രഹിച്ചതെല്ലാം നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങൾക്ക് ഒരുപക്ഷെ വാങ്ങി തന്നിരിക്കാം, വാങ്ങി തന്നില്ലായിരിക്കാം. നിങ്ങളെ വഴക്ക് പറഞ്ഞിട്ടുണ്ടായിരിക്കാം, നിങ്ങളെ തെറ്റ് തിരുത്തിയിട്ടുണ്ടായിരിക്കാം, നിങ്ങൾ ഒത്തിരി സ്നേഹിച്ചിട്ടുണ്ടായിരിക്കും. തീർച്ചയായിട്ടും മാതാപിതാക്കളിലൂടെ മക്കൾക്ക് ലഭിച്ച എല്ലാ നന്മകളും ഓർത്ത് ദൈവത്തിന് നന്ദി പറയുകയും അതോടൊപ്പം തന്നെ നിങ്ങൾ പരസ്പരം പ്രാർത്ഥിക്കുകയും തീർച്ചയായിട്ടും നമ്മുടെ കുടുംബത്തിൽ സമാധാന, സന്തോഷം, സാമ്പത്തിക അഭിവൃദ്ധിയും ഒക്കെ ഉണ്ടാകും. ദിവ്യബലിയാണ് ഏറ്റവും വലിയ പ്രാർത്ഥന നാം സമർപ്പിക്കുന്നത്. ദിവ്യബലിയിലൂടെ ദൈവത്തിൻ്റെ കർത്താവായ യേശുവിൻ്റെ ജനനം, മരണം, പീഡാസഹനം, ഉയർപ്പ് എന്നിവ പ്രഘോഷിക്കപ്പെടുന്നുണ്ട്. അതൊരു പാപമോചനത്തിലുള്ള ബലി കൂടിയാണ് ഇത്. നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാൻ, നമുക്ക് ദൈവത്തോട് നമ്മുടെ ആവശ്യങ്ങളും നമ്മുടെ കുടുംബത്തിൻ്റെ അവസ്ഥകളും സമർപ്പിക്കാനുള്ള ഏറ്റവും വലിയ വേദിയാണ് ദിവ്യബലി. ഈ ദിവ്യബലി ഭക്തിയോട് വെറുക്കത്തോടും കൂടിയിരിക്കാം. നമ്മുടെ ജീവിതത്തിലൊന്നും എല്ലാ വീഴ്ചകളും കർത്താവ് പരിഹരിക്കുന്നതിന് നമ്മെ സമാധാനത്തിലും സന്തോഷത്തിലും ഐക്യത്തിലും മുന്നോട്ട് കൊണ്ടുപോയി കൃപാവരം നമുക്ക് അന്വേഷണം പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ നിങ്ങളെ ആത്മീയമായി സഹായിക്കുന്ന നിങ്ങളുടെ വികാരിച്ചുകൊണ്ട് അദ്ദേഹമാണ് നിങ്ങളുടെ ആത്മീയ പിതാവ്. ഈ ദേവാലയത്തിലെ കൊച്ചുകുടി മുതൽ മുതിർന്ന പാപ്പിന് പോലും അദ്ദേഹം അച്ഛനാണ്. അപ്പോൾ ആ പിതാവിന് വേണ്ടി, ആത്മീയ പിതാവിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക. നിങ്ങൾ കുമ്പസാരം സ്വീകരിച്ച് വൈദികന് വേണ്ടി പ്രാർത്ഥിക്കുക. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് വേണ്ടി ഇന്ന് ബലിയർപ്പിക്കുന്ന എന്നെ നിങ്ങളുടെ പ്രാർത്ഥനയിലോർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുക. ദൈവം നമുക്ക് എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും നന്മയ്ക്കായി ചെയ്തു തരട്ടെ. കർത്താവ് അരുളിച്ചെയ്യുന്നു, അവിശ്വസ്തരായ മക്കളെ തിരിച്ചു വരുവിൻ. ഞാൻ മാത്രമാണ് നിങ്ങളുടെ നാഥൻ. ഒരു നഗരത്തിൽ നിന്ന് ഒരു നായകനെയും ഒരു കുടുംബത്തിൽ നിന്ന് രണ്ടുപേരെയും തിരഞ്ഞെടുത്ത് ഞാൻ നിങ്ങളെ സീയോനിലേക്ക് കൊണ്ടുവരും. കർത്താവ് അരുളിച്ചെയ്യുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ട ഇടയന്മാരെ ഞാൻ നിങ്ങൾക്ക് തരും. അവർ ജ്ഞാനത്തോടും വിവേകത്തോടും കൂടെ നിങ്ങളെ പാലിക്കും. കർത്താവ് അരുളിച്ചെയ്യുന്നു, നിങ്ങൾ പേരി നാട് നിറഞ്ഞ് കഴിയുമ്പോൾ കർത്താവിന്റെ സാക്ഷി പേടകത്തെ പറ്റി ആരും ഒന്നും പറയുകയില്ല. അവർ അതിനെപ്പറ്റി ചിന്തിക്കുകയോ അത് ആവശ്യമെന്ന് കരുതുകയോ ഇല്ല. മറ്റൊന്ന് നിർമ്മിക്കുകയുമില്ല. കർത്താവിന്റെ സിംഹാസനമെന്ന് അന്ന് ജെറുസലേം വിളിക്കപ്പെടും. സകല ജനതകളും അവിടെ കർത്താവിന്റെ നാമത്തിൽ സമ്മേളിക്കും. ഇനി ഒരിക്കലും അവർ തങ്ങളുടെ ദുഷ്ടഹൃദയത്തിന്റെ ഇംഗിതങ്ങൾക്ക് വഴിപ്പെടുകയില്ല. കർത്താവിന്റെ വചനം.
ക്രിസ്തുവിന്റെ സ്നേഹം പ്രിയപ്പെട്ട വിളിച്ചം, പ്രിയപ്പെട്ട അനുശാസനം, പ്രിയപ്പെട്ട മാതാപിതാക്കളെ, സഹോദരങ്ങളെ, കുഞ്ഞുമക്കളെ, ആദ്യമേ തന്നെ നമ്മളോട് ഒരു ചോദ്യം ചോദിക്കാൻ ആഗ്രഹിക്കാം. നമ്മുടെ ദേവാലയം എന്നാണ് സ്ഥാപിച്ചത്? നമ്മുടെ ദേവാലയം സ്ഥാപിച്ച എത്ര വർഷം? എത്ര വർഷം? 1 വർഷം. 96 വർഷം. ഏത് ദിവസം? 96 വർഷമായി നമ്മുടെ ദേവാലയം സ്ഥാപിച്ചില്ല. ഇത് നമ്മുടെ ദേവാലയത്തിന് ആദ്യ കാലഘട്ടത്തിലുള്ള ആൾക്കാരുണ്ടോ? ദേവാലയത്തിന്റെ തുടക്ക രൂപത്തെക്കുറിച്ച് ഓർമ്മകളായിരുന്നു. ഞാൻ വളരെ എന്ന് ഉറപ്പ് വരുന്ന ഒരു 50 വർഷം ഈ പള്ളിയിൽ വരുന്നവരുണ്ടോ? 50 വർഷം ഞാൻ ഈ പള്ളിയിലാണ് വരുന്നത്. അറിയില്ല. ഇവിടെ അവിടെ ദൈവത്തോട് പറയുന്നത് ശരി. ഒരു 40 വർഷം വരുന്നവർ, ഒരു 20 വർഷം വരുന്നവർ, വേറെ ചോദിക്കുന്നു. 10 വർഷം കമ്മിറ്റി ഞാനുണ്ട്. എന്റെ പേര് ഈ വർഷം ചോദിച്ചത് വെറുതെ ഈ ദേവാലയത്തിൽ വന്ന് പ്രാർത്ഥിച്ച് നിങ്ങൾക്ക് കിട്ടിയ ഒരു അനുഗ്രഹം ഉറപ്പോടുകൂടി നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? പക്ഷെ ഈ ദേവാലയത്തിൽ വന്ന് പ്രാർത്ഥിച്ച് എനിക്ക് ഒരു അനുഗ്രഹം കിട്ടി. അപ്പൊ നമ്മൾ വർഷങ്ങളിൽ നമ്മുടെ മുമ്പന്മാരല്ലേ, നമുക്ക് 4 വർഷം കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? 100-ാം വർഷം ആഘോഷിക്കാം. ദുരേശിനാക്കി വചനം വളരെ നന്നായി
വൈദ്യുതി പ്രിയപ്പെട്ട മാതാപിതാക്കളെ, സഹോദരങ്ങളെ, വാത്സല്യം നിറഞ്ഞ കുഞ്ഞുമക്കളെ, തിരുനാളിന്റെ 3-ാം ദിവസം, അതായത് ഇന്ന് നമുക്കായിട്ട് ബലിയർപ്പിച്ച് പ്രാർത്ഥിക്കുവാനായിട്ട് നമ്മുടെ ദേവാലയത്തിൽ കടന്നു വന്നത് സ്നേഹമുള്ള അലക്സ് സൈമൺ അച്ഛനാണ്. അച്ഛൻ മൈലം ഇടവികാരിയായിട്ട് സേവനം അനുഷ്ഠിക്കുന്നു. എന്റെ ജൂനിയറായിട്ട് പഠിച്ച അച്ഛനാണ്. ഒരേ സമയങ്ങളിൽ ഞങ്ങൾ സെമിനാരിൽ ഉണ്ടായിരുന്ന വ്യക്തികൾ ഈ കളിക്കളത്തിൽ കളിച്ചു, ഒരേ ടേബിളിൽ ആഹാരം കഴിച്ചു, ഒരേ ഗവൺമെന്റിൽ ഉറങ്ങി. അതോടൊപ്പം എന്ത് കാര്യം ചെയ്താലും ഒരുമിച്ച് സ്നേഹത്തോടു കൂടെയാണ് ഞങ്ങൾ കടന്നു പോയിട്ടുള്ളത്. ഞാൻ ഇരിക്കുന്ന ദേവാലയങ്ങളുടെ സ്നേഹമുള്ള അലക്സ് സൈമൺ അച്ഛനെ ഞാൻ ഹൃദയപൂർവ്വം ക്ഷണിക്കാറുള്ളത്. ഒത്തിരിയേറെ സന്തോഷത്തോടു കൂടെയാണ് അച്ഛൻ ആ ദേവാലയങ്ങളിലൊക്കെ കടന്നു വന്നിട്ടുള്ളത്. ഇന്ന് ആദ്യമായിട്ടാണ് അച്ഛൻ നമ്മുടെ പള്ളിക്കാട് ദേവാലയത്തിലേക്ക് കടന്നു വരുന്നത്. ഒത്തിരിയേറെ സന്തോഷത്തോടു കൂടെയാണ് അച്ഛൻ കടന്നു വന്നിട്ടുള്ളത്. ഇന്ന് ദിവ്യബലിക്കും അതോടൊപ്പം നല്ലൊരു വചന സന്ദേശം, പൗരോഹിത്യ ജീവിതത്തിന്റെ മാഹാത്മ്യം, യൗവനത്തിന്റെ മാഹാത്മ്യം, മാതാപിതാക്കളിൽ നിന്ന് ലഭിക്കാത്ത ഒരു കാര്യവും മക്കളുടെ ജീവിതത്തിൽ തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല എന്നുള്ളത് വളരെ ശക്തമായിട്ട് അർത്ഥവത്തായിട്ട് നമ്മുടെ ഹൃദയങ്ങളൊക്കെ പിടിച്ചടക്കുവാൻ പറ്റുന്ന തരത്തിലുള്ള നല്ലൊരു വചന സന്ദേശമാണ് അച്ഛൻ ഇന്നേ ദിവസം നമുക്ക് ഓരോരുത്തർക്കും നൽകിയത്. സ്നേഹമുള്ള അലക്സ് അച്ഛന് നമ്മുടെ ദേവാലയത്തിന്റെ എല്ലാ നമ്മുടെ പേരിൽ ഹൃദയപൂർവ്വം നന്ദി പറയുന്നു. അതോടൊപ്പം സ്വന്തകാർമ്മികനായിരുന്ന സ്നേഹമുള്ള ആൻസിലം അച്ഛനും നമ്മുടെ ദേവാലയത്തിലെ എല്ലാ അംഗങ്ങളുടെ പേരിൽ